الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഈ ലോകത്തെ പടച്ചിരിക്കുന്നത് വലിയൊരു ലക്ഷ്യത്തിലാണ്. ആ ലക്ഷ്യം അല്ലാഹുവിനെ നമ്മൾ അറിയലും അനുസരിക്കലും ആരാധന അർപ്പിക്കലുമാണ്. അല്ലാഹുവിനോടുള്ള അറിവിലും ആരാധനയിലും പ്രഥമമായ കാര്യം അല്ലാഹുവിനെ നാം മനസ്സിലാക്കലാണ്. പരിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടെ വിവരിച്ചിരിക്കുന്ന കാര്യം അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അറിയിക്കുന്നു, അല്ലാഹു ഈ ലോകത്തെ മുഴുവനും പടച്ചവനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവചരാചരങ്ങളെയും പടച്ചതും അതിനെ പരിപാലിക്കുന്നതും അല്ലാഹുവാണ്. ഈ ലോകവും ലോകത്തുള്ള വസ്തുക്കളെല്ലാം മുമ്പ് ഇല്ലായിരുന്നു. അതിന് മുൻമാതൃകയില്ലാതെ അല്ലാഹു പടയ്ക്കുകയുണ്ടായി. അല്ലാഹു ഏകനാണ്, പങ്കുകാരാരുമില്ലാത്തവനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു ഏകനാണ്, അസ്തിത്വത്തിലും ഏകനാണ്, ഗുണവിശേഷണങ്ങളിലും ഏകനാണ്, അധികാരങ്ങളിലും ഏകനാണ്. അല്ലാഹുവിന് യാതൊരു പങ്കുകാരനുമില്ല. അല്ലാഹുവിന് തുല്യനായി ആരുമില്ല. അല്ലാഹുവിന് എതിരാളിയായിട്ടും ആരുമില്ല. അൽ ഖദീം. അല്ലാഹു തആല പണ്ട് മുതൽക്കേ ഉള്ളവനാണ്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും പിന്നീട് ഉണ്ടായതാണെങ്കിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യ്. അല്ലാഹു പണ്ട് മുതൽക്കേ ഉള്ളവനാണ്. ഖുർആൻ വീണ്ടും പഠിപ്പിക്കുന്നു, അല്ലാഹു തആല സർവശക്തനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ്. അല്ലാഹു സർവശക്തനാണ്. ചെറുതും വലുതുമായ ഒരു കാര്യങ്ങളും അല്ലാഹുവിന് അശക്തമല്ല. അല്ലാഹുവാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. അതുപോലെ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയവനാണ്. ഇന്നഹു യഅലമു സിർറ വഅഖ്ഫ. രഹസ്യങ്ങളും പരമരഹസ്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. സ്വകാര്യമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു, അതും അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങളോടിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം അല്ലാഹു അറിയുന്നവനാണ്. അസ്സമീഉൽ ബസീർ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഒന്നും പടച്ചവന് രഹസ്യമല്ല, ഒന്നും പടച്ചവന് അവ്യക്തമല്ല. എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. ഒരു കറുത്ത പാദരാത്രിയിൽ കറുത്ത പാറക്കല്ലിന് മുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് നടക്കുന്നു, അതും അല്ലാഹു കാണുന്നുണ്ട്. ആരെങ്കിലും രഹസ്യമായോ പരസ്യമായോ വല്ലതും സംസാരിക്കുന്നു, അതും അല്ലാഹു കേൾക്കുന്നുണ്ട്. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. 3 പേർ എവിടെയെങ്കിലും രഹസ്യം പറയുന്നെങ്കിൽ ഓർക്കണം, നാലാമനായി പടച്ചവനുണ്ട്. വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. 5 പേര് രഹസ്യം പറയുന്നെങ്കിൽ ആറാമനായി അല്ലാഹു ഉണ്ട്. വലാ അദ്നാ മിൻ ദാലിക വലാ അക്തറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ.
3-നേക്കാൾ കുറവോ 5-നേക്കാൾ കൂടുതലോ ആകാശത്തോ ഭൂമിയിലോ എവിടെയുമാകട്ടെ ആര് രഹസ്യങ്ങൾ പറഞ്ഞാലും അല്ലാഹു തആല അറിയുന്നുണ്ട്. അശാകിർ, അല്ലാഹു തആല നന്ദിയുള്ളവനാണ്, നന്മകളെ വിലമതിക്കുന്നവനാണ്, ഉപകാരങ്ങളോട് സ്നേഹമുള്ളവനാണ്, പരോപകാരങ്ങളെയും ദാനധർമ്മങ്ങളെയും ഇഷ്ടപ്പെടുന്നവനാണ്. അൽ മുരീദ്, അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നത്. അള്ളാഹു തീരുമാനിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ചെറുതോ വലുതോ ആയ ഒരു കാര്യവും നടക്കുന്നതല്ല. അൽ കാത്തിബുൽ മഖാദീർ, അള്ളാഹുവാണ് വിധികൾ നടത്തുന്നത്. മുഴുവൻ കാര്യങ്ങളും വിധിക്കുന്നത് അള്ളാഹുവാണ്. ഈ ലോകത്തിനെല്ലാം മുമ്പ് തന്നെ അള്ളാഹു മുഴുവൻ കാര്യങ്ങളും വിധിക്കുകയുണ്ടായി. ആ വിധിക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ പടച്ചവന് തുല്യരായി ആരും തന്നെയില്ല, ഒന്നും തന്നെയില്ല. അള്ളാഹു തആല എല്ലാവരിൽ നിന്നും സർവ്വ വസ്തുക്കളിൽ നിന്നും വ്യതിരക്തനാണ്, ഉന്നതനാണ്. വലാ യഖ്റുജു മിൻ ഇൽമിഹി വഖുദ്റതിഹി ഷൈ, അള്ളാഹുവിന്റെ അറിവിൽ നിന്നും കഴിവിൽ നിന്നും ഒന്നും പുറത്താകുന്നതല്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് അറിവുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പടച്ചവന് കഴിവുണ്ട്. വഹുവൽ ഖാലിഖുർ റാസിഖുൽ മുഹ്യിൽ മുമീത്, അള്ളാഹുവാണ് എല്ലാം പടച്ചത്. മനുഷ്യനെ പടച്ചതും അല്ലാഹ്, മൃഗങ്ങളെ പടച്ചതും അല്ലാഹ്. റാസിഖ്, എല്ലാവർക്കും ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നത് അള്ളാഹുവാണ്. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും നൽകുന്നത് അള്ളാഹുവാണ്. അൽ മുഹ്യിൽ മുമീത്, എല്ലാവരെയും ജീവിപ്പിക്കുന്നവനും യഥാസമയത്ത് മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. വലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് സുന്ദരമായ ധാരാളം വിശേഷണങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ആ വിശേഷണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ നാം മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു സർവ്വലോകങ്ങളുടെയും പരിപാലകനാണ്. അർ-റഹ്മാനുർ റഹീം, എല്ലാവരോടും കരുണയുള്ളവനും ഏറ്റവും വലിയ കാരുണ്യവാനുമാണ്. മാലിക് യൗമിദ്ദീൻ, അള്ളാഹു പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഈ ഗുണങ്ങളെല്ലാം ഉള്ളതിന്റെ പേരിൽ ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ്. എന്നിട്ട് 10 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നു. അൽ ഹയ്യ്, അല്ലാഹു സ്വയം ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരി അല്ലാഹുവാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹു അങ്ങേയറ്റം ഗൗരവമുള്ളവനാണ്. പടച്ചവന്റെ അനുമതിയില്ലാതെ പടച്ചവനോട് ശുപാർശ ചെയ്യാൻ പോലും ആർക്കും സാധിക്കുന്നതല്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, മനുഷ്യർക്ക് മുമ്പുള്ള കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്, ശേഷമുള്ള കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. ഇന്നലകളും അറിയാം, നാളുകളും അറിയാം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, മുഴുവൻ പണ്ഡിതന്മാർക്കും അല്ലാഹു തീരുമാനിച്ച, അല്ലാഹു തആല നൽകിയ അറിവ് മാത്രമേ ഉള്ളൂ. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ അധികാര പീഠം ആകാശഭൂമികളെക്കാളും വിശാലമായിരിക്കുന്നു. വലാ യഊദുഹു ഹിഫ്ദുഹുമാ, ആകാശഭൂമികളെ സംരക്ഷിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന് യാതൊരു ക്ഷീണവുമില്ല. വഹുവൽ അലിയ്യുൽ അളീം, അല്ലാഹു ഉന്നതനും മഹോന്നതനുമാണ്. അല്ലാഹുവിനെ അല്ലാഹു മനസ്സിലാക്കി തരുന്നു. പരിശുദ്ധ ഖുർആനിൽ നാം നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ പടച്ചവനെ പറ്റി വിവരിക്കുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക നമസ്കാരങ്ങളിലും, പ്രത്യേകിച്ചും സുന്നത്ത് നമസ്കാരങ്ങളിൽ ഖുൽ ഹുവ പാരായണം ചെയ്യുമായിരുന്നു. നമ്മൾ ചെയ്യാറുണ്ട്. ഏറ്റവും എളുപ്പമായതിന്റെ പേരിലല്ല, ആശയ ഗംഭീരമാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു, അല്ലാഹുവല്ലാത്തൊരു ശക്തിയെയും വ്യക്തിയെയും ഞാൻ ആരാധിക്കുന്നതല്ല,
വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിഷേധികളെ നിങ്ങളും ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല. വലാ അന ആബിദും മാ അഅബദ്തും, നിങ്ങൾ ആരാധിക്കുന്ന ആരെയും ഞാൻ മേലിലും ആരാധിക്കുന്നതല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ നിഷേധത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങളും ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നതല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം, എനിക്ക് എന്റെ മാർഗം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വ്യക്തമായി പറയുന്നു, വലുതും ചെറുതുമായ മുഴുവൻ ബഹുദൈവാരാധനകളിൽ നിന്നും ഞാൻ ഒഴിവാണെന്നറിയിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പറയുന്നു, എന്റെ മുഴുവൻ ആരാധനകളും അർച്ചനകളും നേർച്ചകളും അള്ളാഹുവിന് മാത്രമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അള്ളാഹു സമദ്, അള്ളാഹുവിന് ആരെയും ആവശ്യമില്ല, എല്ലാവർക്കും അള്ളാഹുവിന് ആവശ്യമുണ്ട്. അള്ളാഹു സമദ് അല്ലദീ യസ്മുദു ഇലൈഹിൽ ഖലായിഖു കുല്ലുഹാ, മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിനെ അവലംബിച്ചാണ് നിൽക്കുന്നത്. ലം യലിദ് വലം യൂലദ്, അള്ളാഹുവിന് മക്കളില്ല. അള്ളാഹു തആല ആരുടെയും പിതാവല്ല. അള്ളാഹു പിതാവുമല്ല, പുത്രനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യരായി ആരും തന്നെയില്ല. അതുകൊണ്ട് ഖുർആൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അറിയിക്കുന്ന കാര്യം നിങ്ങൾ അള്ളാഹുവിനെ അറിയണം, പടച്ചവനെ ആരാധിക്കണം എന്നതാണ്. അവസാനം പരിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നു. അവിടെയും അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തെ കൊണ്ടുവരുന്നത് അള്ളാഹുവാണ്. ധാന്യത്തെ പൊടിച്ച് അതിൽ നിന്ന് നാമ്പിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ചെടിയാക്കി വൃക്ഷമാക്കി ഫലങ്ങളെല്ലാം കൊണ്ടുവരുന്നത് അള്ളാഹുവാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അള്ളാഹു മുഴുവൻ ജനങ്ങളുടെയും പരിപാലകനാണ്. മലിക്കിൻ നാസ്, അള്ളാഹു മുഴുവൻ ജനങ്ങളുടെയും ഉടമസ്ഥനാണ്. ഇലാഹിൻ നാസ്, മുഴുവൻ ജനങ്ങളുടെയും ആരാധനകൾക്ക് അർഹനാണ്. പരിശുദ്ധ ഖുർആനിലെ ഇത്തരം ആയത്തുകൾ നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഇതിന്റെ ആശയം മനസ്സിലാക്കണം. അതിനെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ഇതിനോടുകൂടി നമ്മൾ ദിക്റുകളും അധികരിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഉന്നതമായ ഗുണങ്ങളുള്ള അല്ലാഹു പരമപരിശുദ്ധനാണ്. അല്ലാഹുവിന് യാതൊരു ന്യൂനതയുമില്ല. അൽഹംദുലില്ലാഹ്, മഹൽ ഗുണങ്ങളുള്ള അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല. ഈ ദിക്റുകൾ നമ്മൾ അധികമായി ചെല്ലണം. പ്രത്യേകിച്ച് നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മഹത്വം ഓർത്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കണം. നമസ്കാരം എന്നാൽ എന്താണ്? ആദ്യം മുതൽ അവസാനം വരെയും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ, ആകാശഭൂമികളെ പടച്ച അള്ളാഹുവിലേക്ക് ഞാൻ മനസ്സും ശരീരവും മുഖവും എല്ലാം തിരിച്ചിരിക്കുന്നു. അള്ളാഹുവിന് പങ്കുകാരാരുമില്ല. നമസ്കാരത്തിൽ ഓരോ ഘട്ടങ്ങളും പടച്ചവനുമായിട്ടുള്ള ബന്ധം. നിന്നുകൊണ്ട് പടച്ചവനെ പ്രകീർത്തിക്കുന്നു, ശേഷം വളഞ്ഞുകൊണ്ട് റുക്കൂഇൽ പടച്ചവനെ പ്രകീർത്തിക്കുന്നു, ഇഅ്തിദാലിൽ നിന്നുകൊണ്ട് പടച്ചവനെ പ്രകീർത്തിക്കുന്നു, സുജൂദിലേക്ക് മറിഞ്ഞു വീണുകൊണ്ട് പടച്ചവനെ പ്രകീർത്തിക്കുന്നു. അവസാനം നമസ്കാരത്തിന്റെ അവസാനം എന്താണ്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവിധ ആരാധനകളും മനസ്സുകൊണ്ട്, നാവുകൊണ്ട്, ശരീരം കൊണ്ട്, വാചകത്തിലൂടെയുള്ള മുഴുവൻ ആരാധനകളും അല്ലാഹുവിനാണ്. ഈ മഹോന്നതമായ ആരാധനകൾ, പടച്ചവനെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് എത്തിച്ചെന്ന പ്രവാചകന്റെ മേൽ സലാത്ത് സലാമുകൾ മുഴുവൻ നല്ല വ്യക്തികളുടെ മേലും പടച്ചവന് അനുഗ്രഹമുണ്ടാകട്ടെ. ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് മൊഴിഞ്ഞു പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്. ഈ രീതിയിൽ നമ്മൾ പടച്ചവനുമായി ബന്ധപ്പെടണം. ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ അധ്യാപനം. നിങ്ങൾ അല്ലാഹുവിനെ അറിയും, പടച്ചവനെ മനസ്സിലാക്കി, പടച്ചവനെ അംഗീകരിക്കൽ, പടച്ചവനെ ആരാധിക്കൽ.
അമുസ്ലിമീങ്ങളുമായി വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കാനോ അവരുമായി കുരുങ്ങാനോ വഴക്കുണ്ടാക്കാനോ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും പറയുന്നില്ല. അവരുടെ ആരാധനാ കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കാൻ, അവരുടെ ആരാധനാലയങ്ങളെ അനാദരിക്കാൻ ഒരിക്കലും ഇസ്ലാം സമ്മതിക്കുന്നില്ല. പക്ഷെ അതിനോടുകൂടി ഒരു മുസ്ലിമിന്റെ കടമയാണ്, ബാധ്യതയാണ്, അവന്റെ ഈമാനിൽ ഉറച്ചു നിൽക്കണം, അവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, അവന്റെ കർമ്മഭൂമിയിൽ നിന്നും അല്പം പോലും തെറ്റാൻ പാടില്ല, സത്യത്തിന്റെ സരണിയിൽ ഉറച്ചു നിൽക്കണം, അതിനായി ജീവിക്കണം. അള്ളാഹു ഉദവി നൽകട്ടെ, അതിനായി മരിക്കുകയും വേണം. അള്ളാഹു നമുക്കെല്ലാം പരിപൂർണമായി ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഈമാനിന്റെ കാര്യങ്ങൾ നമ്മൾ അധികമായി പറയണം, ഈമാനിന്റെ കാര്യങ്ങൾ കേൾക്കണം, ഈമാനിന്റെ കാര്യങ്ങൾ വായിക്കണം, അധികമായി ഈമാനിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ കലവറയാണ്, എന്നിട്ടും ഈമാനിന് വേണ്ടി ദുആ ചെയ്യുന്നു. اللهم إني أسألك إيمانا يباشر قلبي ويقينا صادقا حتى أعلم أنه لا يصيبني إلا ما كتبت لي ورضا من المعيشة لما قسمت لي. അള്ളാഹുവേ, സത്യസന്ധമായ ഈമാൻ എനിക്ക് തരണേ അള്ളാഹുവേ. ആ ഈമാൻ എന്റെ മനസ്സിൽ പ്രകാശം നിറയ്ക്കണം. വയഖീനൻ സാദിഖൻ, അടിയുറച്ച വിശ്വാസം എനിക്ക് തരണം. ആ വിശ്വാസത്തിലൂടെ എനിക്ക് ഉറപ്പ് വരണം, എനിക്ക് സംഭവിക്കുന്നതെല്ലാം നിന്റെ തീരുമാനം മാത്രമാണ്. വറുദൻ മിനൽ മഈശത്തി ബിമാ ഖസംത ലി, നീ എനിക്ക് വിധിച്ചതിൽ സംതൃപ്തിയും നീ എനിക്ക് നൽകണമേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ അറിയുന്നതിന്, അള്ളാഹുവിനെ പറ്റി പറയുന്നതിന്, കേൾക്കുന്നതിന്, വായിക്കുന്നതിന്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, പടച്ചവനോട് വേണ്ടി അധികമായി ദിക്റും ദുആയും ചെയ്യുന്നതിന്, അവസാനം അതിനായി മരിക്കുന്നതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക്, പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും അടുത്ത് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ മദ്രസ ആയിഷയുടെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ജവാർ സാഹിബിന്റെ മാതാവ് കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് അള്ളാഹുലേക്ക് യാത്രയായി. ഞാൻ അതിനുശേഷം രാത്രിയാണ് അറിയുന്നത്. അള്ളാഹു തആല മാതാവിന് പരിപൂർണ്ണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മളുമായി വളരെ അടുപ്പമുള്ള, നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ദീനിയാത്ത് മദ്രസയുടെ ഒരു പ്രധാന വക്താവായിരുന്ന ഉസ്താദ് സിറാജുദ്ദീൻ കൗസരി അവറുകൾ, ചെറുപ്പക്കാരൻ, 47 വയസ്സ് മാത്രം, ചിരിച്ച് ജീവിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ഇന്നലെ യാത്രയായി. അള്ളാഹു തആല അദ്ദേഹത്തിന് പരിപൂർണ്ണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് വിടവിന് റഹ്മാനായ റബ്ബ് നികത്തുകയും അള്ളാഹു തആല എല്ലാവിധ സന്തോഷങ്ങൾ അദ്ദേഹത്തിന് ഖബറിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വിശിഷ്യ ഇന്ന് ഈ മദ്രസയ്ക്ക് സേവനം ചെയ്ത ഒരു ഉറുദു സഹോദരനാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് വേണ്ടി നമസ്കാരത്തിന് ശേഷം ദുആ ഉണ്ടായിരിക്കും. अल्लाह ताला जनाब डॉक्टर वसीम साहिब को, उनके वालिदा को बाल बाल मग़फ़िरत फरमाए और उनके सदक़ा को सदक़े जारिया फरमाए। अल्लाह ताला उनके अहल को, उनके ख़ानदान को सकीनत से और अल्लाह ताला की प्यारी मोहब्बत से माला माल फरमाए। व आखिर अल्हम्दुलिल्लाह रब्बिल आलमीन। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मद व अला आलि सय्यिदिना मुहम्मद। अल्लाहुम्मा इन्ना नसअलुका इल्म तौहीद व अमल इखलास व हुस्न अल खातिमा व लद्दत अन-नज़र इला वजहिकल करीम। अल्लाहुम्मा जअलना हादीन मुहतदीन गैर ضالين वला मुदिल्लीन। റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉപകാരികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹുവേ. വിശിഷ്യ അടുത്ത സമയത്ത് മരണപ്പെട്ടവർക്ക് അല്ലാഹുവേ, ജവാദ് സാഹിബിന്റെ മാതാവിന് നീ പരിപൂർണ്ണ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹുവേ. സുരാജ് മൗലവിക്ക് നീ പരിപൂർണ്ണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹുവേ. അവരുടെ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, നല്ല മഴ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യും. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. ഖുതുബയ്ക്കും ദുആ ചെയ്തായിരുന്നു.
അള്ളാഹുവിലേക്ക് താണുകേട് ദുആ ചെയ്യുന്നു. അള്ളാഹുവെ നല്ല മഴ ഞങ്ങൾക്ക് തരണേ. അള്ളാഹുവെ യാ അള്ളാഹ് പ്രത്യേകിച്ചും ജലക്ഷാമമുള്ള സ്ഥലങ്ങളിൽ അള്ളാഹു നീ ജലം എത്തിച്ചു കൊടുക്കണേ. അള്ളാഹുവെ യാ അള്ളാഹ് നിന്റെ ഭാഗത്ത് നിന്നും പ്രത്യേക അനുഗ്രഹമായ മഴ നൽകണേ. അള്ളാഹുവെ കഠിനമായ ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് നീ ആശ്വാസം തരണേ. അള്ളാഹുവെ യാ അള്ളാഹ് നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ തൗഫീഖ് താ. അള്ളാഹുവെ برحمتك يا ارحم الراحمين وصلى الله وسلم وبارك على نبينا محمد وعلى آله الحمد لله. شنو تذكري